യേശുമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, മിസ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെ 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക. യേശു തൻ്റെ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ യേശുവിൻ്റെ ശിഷ്യത്വം ഉപേക്ഷിച്ച് പോകുന്ന ശിഷ്യന്മാരെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു. യേശുവിൻ്റെ ശിഷ്യത്വം ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ, യേശു ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ സ്വന്തം ശിഷ്യന്മാർ തന്നെ അവനെ വിട്ടുപോകുന്നതും, എന്നാൽ പത്രോസ് ലിഹായുടെ നേതൃത്വത്തിൽ 12 പേർ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതുമായ മനോഹരമായ ഭാഗമാണ് ഇന്ന് നമുക്ക് വിചിന്തനത്തിനായിട്ടുള്ളത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന 1-2 ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധിക്കട്ടെ. യേശുവിൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? അവർ യേശുവിനെ വിട്ടുപോയി. യേശു തങ്ങളുടെ ലൗകികമായ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് കരുതിയവർ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ആത്മീയമായ സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവൻ്റെ ശിഷ്യത്വം ഉപേക്ഷിച്ചു പോയ വചനഭാഗമാണ് ഇന്നത്തേത്. ശത്രുവിനെ സ്നേഹിക്കുക, നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് മാപ്പ് നൽകുക, പ്രതിസന്ധികളിൽ വിശ്വസ്തത പുലർത്തുക എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യ സഹജമായി വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ താല്പര്യങ്ങൾക്കും ബുദ്ധിക്കും അതീതമായി ദൈവഹിതത്തിന് കീഴ്പ്പെടുവാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നു. രണ്ടാമതായിട്ട്, ഓരോരുത്തരായി പിരിഞ്ഞു പോകുമ്പോഴും യേശു അവരെ തടയാതെ പകരം പിന്നിട്ട് നിൽക്കുന്ന 12 പേരോടായി ചോദിക്കുന്നു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നു? ദൈവം മനുഷ്യൻ നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ ആഴമാണ് ഇവിടെ കാണുന്നത്. ഭയപ്പെടുത്തിയോ നിർബന്ധിച്ചോ അല്ല, സ്നേഹത്തോടെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് യേശു ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് ഒരു പാരമ്പര്യമോ നിർബന്ധമോ ആകരുത്, മറിച്ച് വ്യക്തിപരമായ തിരഞ്ഞെടുപ്പായിരിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരീക്ഷണങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണോ അതോ ലോകത്തിൻ്റെ പിന്നാലെ പോകണോ എന്നത് നമ്മുടെ മുൻപിൽ വരുന്ന ഒരു ചോദ്യമാണ്. ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുവാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടോ എന്ന് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താം. ഈശോയിൽ പ്രിയമുള്ളവരെ, പ്രതിസന്ധികളുടെ മുൻപിൽ യേശുവിനെ ഉപേക്ഷിച്ചു പോയ ഒരു കൂട്ടം ജനം ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. എന്നാൽ പ്രതിസന്ധികളിൽ യേശുവിനെ മുറുകെ പിടിച്ച് ചരിത്രം സൃഷ്ടിച്ച മറ്റ് 12 പേരും ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് മാതൃകയായിട്ട് ഉണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് ചോദിക്കുന്നു, മകനെ മകളെ, നീയും എന്നെ വിട്ടു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ? ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും കർത്താവെ, നീയാണ് എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട്, നിന്നിലാണ് എൻ്റെ രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താം. അതിനുവേണ്ട കൃപയ്ക്കായിട്ട് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.